ഹലോ സ്റ്റുഡൻസ്, USSമായി ബന്ധപ്പെട്ട് പല ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്, അല്ലാതെ ഒരു പാഠത്തിലത്തെ മാത്രമല്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2.674 ഡിവിഷൻ 0.02674. അപ്പോൾ ഇത് രണ്ടും ഡെസിമൽ നമ്പേഴ്സാണ്. നമുക്ക് ഡെസിമൽ നമ്പർ അവിടെ നിന്ന് മാറ്റണം. 2.674 എന്ന് പറയുമ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 നമ്പറുണ്ട്. അപ്പോൾ നമുക്ക് 2674 ഡിവിഷൻ 1000 എന്ന് എഴുതാം. പിന്നെ ഈ വലിയൊരു ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, അത് ടീച്ചർ സെൻറ്ററിൽ ഡിവിഷൻ കൊടുത്തു. താഴത്തെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 5 നമ്പറുണ്ട്, 1 2 3 4 5. അപ്പോൾ അടുത്ത 2674 ഡിവിഷൻ 1 കഴിഞ്ഞിട്ട് 50 ഉണ്ട്. ഡിവിഷൻ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ റെസിപ്രോക്കലാണെന്ന്. ആദ്യത്തെ നമ്മുടെ ഈ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ നിർത്തിയിട്ട് രണ്ടാമത്തെ ഡിവിഷന് പകരം ഇൻറ്റു ആയി. എന്നിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ ഇടണം. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ തിരിച്ചിടണം. തിരിച്ചിട്ടു. അപ്പോൾ ഇത് മുകളിൽ വന്നു, ഇത് താഴെ വന്നു. ഇതും നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 3 0 ഉണ്ട്, ഇവിടെ 5 0. അപ്പോൾ 3 0 കട്ട് ചെയ്ത് ബാലൻസ് ഇവിടെ 2 0 ഉണ്ട്. ബാക്കിയെല്ലാം കട്ട് ചെയ്ത് പോയി. അപ്പോൾ ആൻസർ 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 5.5 × 23 - 4.5 × 23. അപ്പോൾ ഇത് നമുക്ക് ട്രിക്ക് വെച്ച് ചെയ്യാം. അല്ലാതെ മിക്സഡിനെ ഫ്രാക്ഷനാക്കി 23 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഇതിനെ ഫ്രാക്ഷനാക്കി 23 കൊണ്ട് ഇൻറ്റു ചെയ്ത് മൈനസ് ചെയ്യണേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ ഓപ്ഷൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും സ്പീഡിൽ ചെയ്യാനാണ് നോക്കേണ്ടത്. ഇവിടെ 23 ഉണ്ട്, ഇതിലും 23 ഉണ്ട്. 2 ബ്രാക്കറ്റിലും 23 കോമൺ ആണ്. അപ്പോൾ 23 നമ്മൾ പുറത്തേക്ക് എടുത്തു, 23 പുറത്തേടി. അതിന് ഇവിടെ ഒരു 5.5 ഉണ്ട്, ഇവിടെ ഒരു 4.5 ഉണ്ട്, മിഡിൽ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 5.5 - 4.5 മാത്രം ബ്രാക്കറ്റിലിട്ടു, 23 ഇൻറ്റുവിനെ പുറത്തേക്ക്. ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 2 ബ്രാക്കറ്റിലും കോമൺ ആയിട്ട് ഏത് നമ്പറാണ് കിടക്കണമെന്ന് നോക്കണം. ആ നമ്പറിനെ പുറത്ത് എഴുതണം. എന്നിട്ട് ഇവിടെ ഇൻറ്റു ആണ് നടക്കണമെങ്കിൽ ഇവിടെ ഇൻറ്റുവിന് എഴുതണം. ഇവിടെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് വേറെ എഴുതണം. ഇവിടെ ഇൻറ്റു 23 ആയതുകൊണ്ട് നമ്മൾ പുറത്ത് 23 ഇൻറ്റു ഇട്ടു. ബാക്കി ഈ ബ്രാക്കറ്റിൽ 5.5 മാത്രമേ ഉള്ളൂ, ഇവിടെ ബ്രാക്കറ്റിൽ 4.5 മാത്രമേ ഉള്ളൂ. സെൻറ്ററിൽ മൈനസ് ഒരു ബാക്കിയുണ്ട്. അപ്പോൾ 23 ഇൻറ്റു 5.5 - 4.5. 23 ഇൻറ്റു 5.5 4.5 കുറയ്ക്കുമ്പോൾ 1 ആണ്. 5 4 കുറയ്ക്കുമ്പോൾ 1 അല്ലേ. അപ്പോൾ 23 ഇൻറ്റു 1 = 23. തേർഡ് ക്വസ്റ്റ്യൻ 5⁴ (2⁴ 1). അപ്പോൾ ഇവിടെ പവർ കുറേ ഉണ്ട്. 5ൻ്റെ പവർ 4, 4ൻ്റെ പവർ 2, 2ൻ്റെ പവർ -1. ഈ -1ൻ്റെ കാര്യം കുറേ പേർക്ക് അറിയില്ല. അതുകൊണ്ട് ജസ്റ്റ് അത് ഇവിടെ നിന്ന് ഞാൻ പറയുന്നുണ്ട്, എക്സാമ്പിളിന് പറഞ്ഞിട്ട് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. 3⁻⁻1 = 1/3 ആണ്. തിരിച്ചറിഞ്ഞിരിക്കണം. 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3⁻⁻1. 7⁻⁻1 ആണെങ്കിൽ അതിനെങ്ങനെ എഴുതാം? 1/7. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏത് നമ്പറിൻ്റെയും പവർ -1 ആണെങ്കിൽ അതിനെ 1 ആ നമ്പറാക്കി എഴുതാം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ. ഇപ്പോൾ അതുപോലെ തിരിച്ചാലോചിക്കുക. 1 ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിനെ പവറാക്കി എഴുതണമെങ്കിൽ ആ നമ്പർ (1) എഴുതാം. വേറെ പവറൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ 3യുടെ പവർ 1 ആണ്, അത് മുകളിലേക്ക് പോകുമ്പോൾ -1 ആയി, അത്രയേ ഉള്ളൂ. 7⁻⁻1 ആണെങ്കിൽ 1/7. 1/7 തിരിച്ചെങ്ങനെ എഴുതാം? 7⁻⁻1. അപ്പോൾ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. 5⁴ (2⁻1). അപ്പോൾ നമുക്ക് ഇവിടുത്തെ 2⁻1 മാത്രം നോക്കാം. ഇവിടെ നോക്കിയാൽ 3⁻1 നമ്മൾ 1/3 എഴുതി. അപ്പോൾ 2⁻1 നമുക്ക് എന്ത് എഴുതാം? 1/2 എഴുതാം. അപ്പോൾ നമുക്ക് ഈ സ്ഥാനത്ത് നമുക്കിവിടെ 1/2 എഴുതിയാൽ മതി. 5⁴ (2⁻1) പകരം എന്ത് എഴുതി? 1/2. ഇനി അടുത്ത് നോക്കാം. 4⁻1/2 എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം 4² എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 എന്നാണ് അറിയാം. അതായത് 4നെ 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4⁻½ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? 4ൻ്റെ പകുതി എത്രയാണ്? 4ൻ്റെ പകുതി എത്രയാണ്? 2. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ 5⁴ (2⁻1). അപ്പോൾ 2⁻1നെ ഹാഫ് ആക്കി. പിന്നെ ഇനി 4⁻½ വീണ്ടും ചെറുതാക്കി. ഇതാണ് ഇവിടെ 2. അതൊരിക്കൽ കൂടി പറയാം. 4⁻2 ആണെങ്കിൽ 16 ആണ്. 4ൻ്റെ സ്ക്വയർ 60. 4നെ 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യാം. 4ൻ്റെ ഹാഫ് എന്ന് വെച്ചാൽ 4ൻ്റെ പകുതി, അതാണ് 2. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. 5⁻2 എന്താണ്? 25.
ആൻസർ കിട്ടി കേട്ടോ. അടുത്തത് 5x² - 4 = 1. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 5x² - 4 = 1. ശ്രദ്ധിക്കുക, 5ൻ്റെ പവർ അതിലാണ് എക്സ് എടുക്കണം, =1 ആണ്. ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ ശ്രദ്ധിക്കുക. വീണ്ടും 5x² - 4 ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ തന്നെ എഴുതി. 1ന് പകരം ടീച്ചർ 5⁻0 എഴുതി. ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആണെങ്കിൽ =1 ആണ്. 1ന് പകരം ടീച്ചർ എന്താ ഇവിടെ എഴുതിയത്? 5⁻0. രണ്ട് സൈഡിലും 5 വന്നു. 5x² - 4 = 5⁻0. ഇതെന്തിനാണ് എഴുതിയത്? നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 5 ആക്കണം. ഇവിടെ 1 ആയിട്ടൊക്കെ എടുക്കണം. 1ന് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞ് ഏതൊരു നമ്പറിനെയും 1നെ നമുക്ക് വേണമെങ്കിൽ 10⁻0 എന്ന് എഴുതാം, 7⁻0 എന്ന് എഴുതാം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ 5 ആയതുകൊണ്ടാണ് 5⁻0 എന്ന് എഴുതിയത്. ഇപ്പോൾ നോക്കാം, ഈ 5ൻ്റെ പവർ x² - 4, ഈ 5ൻ്റെ പവർ 0. ഇത് രണ്ടും ഈക്വലാണ്. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ x² - 4 = 0. നമുക്കിതിൽ ആരെ കണ്ടുപിടിക്കണം? എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ x² അവിടെ നിർത്തി. 4നെ നമുക്കറിയാം, മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഏത് ചിഹ്നത്തിലാണ് കിടക്കുന്നത്? റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ചിഹ്നം മാറും. ഇവിടെ -4 ആണ്, =ന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +4 ആവും. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ =ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. ഇവിടെ ഡിവിഷൻ ആയിരുന്നെങ്കിൽ ഇവിടേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. ഇവിടെ ഇൻറ്റു ആണെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ ഇവിടെ x² - 4 = 0 ആണ്. അപ്പോൾ x² ഇപ്പുറത്ത് കൊടുക്കുന്നത് 0 ആണ്. ഈ 4നെ നമ്മൾ എന്ത് ചെയ്തു? ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ +4 ആയി. അപ്പോൾ x² = 0 + 4. അതായത് എന്താ? 0 + 4 എന്ന് വെച്ചാൽ 4 അല്ലേ? അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ x² = 4. ഏതൊരു നമ്പറിൻ്റെ പവർ 2 ആകുമ്പോൾ =4 ആണെങ്കിൽ ആ നമ്പർ എത്രയായിരിക്കും? 2ൻ്റെ സ്ക്വയർ ആണ് 4. അപ്പോൾ x ഇവിടെ എന്താണ്? 2 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. a/8 + a = 81. എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഞാൻ ഏറ്റവും മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഫ്രാക്ഷൻസ് ഇപ്പോൾ 1/2 + 1/3 ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പത്തിന് എന്ത് ചെയ്താൽ മതി? ഒരു ക്രോസ് നേടാം. 3 × 1 2 × 1 2 × 3 അങ്ങനെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, മുന്നിലത്തെ വീഡിയോ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ a/8 + a = 81. a/8നെ a/8 തന്നെ എഴുതി, മറ്റേ എ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. നമുക്കത് ഫ്രാക്ഷൻ ആക്കി എഴുതണം. അപ്പോൾ a/1 എന്ന് എഴുതി. ഏത് നമ്പറിനെയും ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ, ഒരു ഹോൾ നമ്പറിനെ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ /1 ഇട്ടാൽ മതി. a/1 എന്ന് വെച്ചാൽ a എന്ന് തന്നെയാണ് അർത്ഥം. ഇനി നമുക്ക് രണ്ടും ഫ്രാക്ഷൻ ആക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? ക്രോസ് പോലെ ഇട്ടും. അപ്പോൾ ഈ 1 a ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ a എന്ന് കിട്ടും. 8 a ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 8a എന്ന് വരും. താഴെയുള്ള 8ഉം 1ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 8. ശ്രദ്ധിക്കുക, 1 × a 1a എന്ന് പറയാം, അല്ലെങ്കിൽ a എന്ന് പറഞ്ഞാൽ മതി. 1 × a 1a, 8 × a 8a, താഴെ 8 × 1 8 = 81. ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളതാണ്. 1a + 8a, ഒരു എയും 8aയും കൂടി കൂട്ടുമ്പോൾ എത്രയായിരിക്കും? 9a അല്ലേ? താഴെ 8, ആ 8 കൂടെ എഴുതിയിട്ടുണ്ട്. = 81. 9a/8 = 81. അപ്പോൾ 9a/8 = 81. നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? എയുടെ വാല്യൂ. 9a എന്ന് വെച്ചതിൻ്റെ അർത്ഥം 9 × a എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ 9 × a = a 8നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഡിവിഷൻ 8 ആണ്, ഇവിടേക്ക് പോകുമ്പോൾ എന്താവും? × 8 ആവും. അപ്പോൾ 9a = 81 × 8. നമുക്ക് a മാത്രം ഇവിടെ നിർത്തിയാൽ മതി, ഈ 9 അങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ 9 × a എന്നാന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ 9 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ a എന്നാവും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഡിവിഷൻ ഇൻറ്റു ആവും, ഇൻറ്റു ഡിവിഷൻ ആവും, സബ്ട്രാക്ഷൻ അഡീഷൻ ആവും, അഡീഷൻ സബ്ട്രാക്ഷൻ ആവും. ഈ =ൻ്റെ അപ്പുറത്തിന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ചിഹ്നം മാറും. അപ്പോൾ 9 × a എന്നുള്ളത് ഇങ്ങനെ കിട്ടി. a = 9 താഴേക്ക് വന്നു. ഇപ്പോൾ നമുക്കിവിടെ a എന്ന് മാത്രം കിട്ടി. ഈ ഭാഗം നോക്കുക, സോൾവ് ചെയ്താൽ മതി. 9ഉം 81ഉം കട്ട് ചെയ്യാം. ഇവിടെ 9 കിട്ടും. 9 × 8 72 എന്ന് ആഡ് വാല്യൂ കിട്ടി.